ശ്രേയയുടെ പേരൻസ് വരൂ. എങ്ങനെ ഉണ്ടായിരുന്നു ശ്രേയ എക്സാംസ് ഒക്കെ? മാർക്കൊക്കെ എത്രയാ പ്രതീക്ഷിക്കുന്നത്? ശ്രേയ ആക്ച്വലി ടോപ്പറാണ്. കൺഗ്രാറ്റ്സ്. കലാതിലകം കൂടിയാണ്, അതറിയായിരിക്കുമല്ലോ അല്ലേ. വളരെ നല്ലൊരു സ്റ്റുഡൻ്റ് ആണ്. വെരി ഒബീഡിയൻറ്റ്, വെരി അറ്റൻറ്റീവ്. എക്സാം ഷീറ്റ് കാണുമ്പോണ്ടല്ലോ അങ്ങനെ മാർക്ക് വെറുതെ കൊടുക്കാൻ തോന്നുന്നു, അത്ര അടിപൊളി ഹാൻഡ് റൈറ്റിംഗ് ആണ്. ആകെയുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ എൻ്റെ മോളായിട്ട് ജനിച്ചില്ലല്ലോ എന്നുള്ളൊരു പ്രശ്നം മാത്രമാണ്. മൈ ഫേവറേറ്റ് സ്റ്റുഡൻ്റ് ആണ് ശ്രേയ. എനിക്ക് എപ്പോഴും വീട്ടിൽ കൊണ്ടുപോകാൻ തോന്നും. ശ്രേയയ്ക്ക് കൂടുതലൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അവളുടെയും നമ്മളെന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിലേ ഉള്ളൂ. ഒറ്റയടിക്ക് കോളേജിൽ പോകാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ നടക്കില്ലല്ലോ. സോ +1 ഓൾ ദ ബെസ്റ്റ്. ആൻഡ് സയൻസിൽ എടുക്കുന്നേ ബയോമാക്സ്? യെസ്. ഓക്കെ, വെരി ഗുഡ്. ഡോക്ടർ ഓർ എഞ്ചിനീയർ? ഓക്കെ, ഡോക്ടർ. അമേസിങ് ടാലന്റ് രണ്ടും. മിസ് യു. ബൈ. അരുണിന്റെ പേരൻസ് ഇരിക്കും, കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിങ്ങളുടെ അടുത്ത് മുന്നേ പല പ്രാവശ്യം ഇവിടെ വരാൻ പറഞ്ഞിട്ട് എന്താ വരാഞ്ഞത്? ബിസി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇവിടെ കുട്ടികളെ തള്ളിയിട്ട് പോയിട്ട് നമ്മുടെ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ നേരാക്കാനാ? അതും ഇങ്ങനത്തെ തലതെറിച്ച പിള്ളേരൊക്കെ എങ്ങനെ നേരാക്കാനാ? എന്തൊക്കെ ആളിവിടെ ചെയ്യണേന്ന് വല്ല ബോധ്യമുണ്ടോ? അറിയില്ല, അത്ര തന്നെ.